Hi, hello guys, good morning, welcome back to my YouTube channel. അപ്പം ഇന്ന് ഡേ 2 13th September 2024. അപ്പം ഇന്ന് ഓണത്തിൻ്റെ ഡേ 2 ആണ്. എണീറ്റ് സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. എണീറ്റതേ ഉള്ളൂ. ഇന്നലെ 3 മണിയായി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കിടന്നപ്പം. അപ്പോൾ ഞാൻ പോയി റെഡി ആവണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. ഫേസ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യണം രാവിലെ. അപ്പം ഞാനതൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പം അതുവരെ നിങ്ങൾ പോയി ഇന്നലത്തെ കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടുപോവാ. ഞങ്ങളുടെ പ്രാക്ടീസും കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഓണ സെലിബ്രേഷനെല്ലാം കണ്ടിട്ട് പോയോ. അപ്പോഴത്തേക്കും ഞാൻ വരാം. ഓക്കെ, ഞങ്ങൾ വ്ലോഗിലാണ്. ഞങ്ങൾ 3 വ്ലോഗ്സും കൂടെ വ്ലോഗ് എടുക്കുകയാണ്. എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മിസ്സുമാർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 3 പേരും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ ഗൈസ്, ഇത് ഓണത്തിന് തലേന്ന് ദിവസം ടീച്ചേഴ്സ്മാരുടെ ഓണാഘോഷമാണ്. അപ്പം അവർ ഓണാഘോഷത്തിന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുക്കാൻ പെടുന്നത്. ഹായ് ഗൈസ്. അയ്യോ, ഇത് വൈറലാവും. ഇത് യൂട്യൂബിൽ. യെസ്, ഗണപതി നടുക്കിരിക്കെ പ്രതിഷ്ഠ. മിസ് ഹാപ്പി ആണോ? നമ്മുടെ ഇത്താമാര് ഗൈസ്, ഇത്താമാര്. ആർക്കും ചോദിച്ചോടൊക്കെ മിസ്സിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട മിസ്. ഞങ്ങൾക്ക് അറ്റൻഡൻസ് തരാത്ത മിസ്സാണേ ഇത്. ഇത് ഞങ്ങളുടെ സ്വന്തം ക്ലാസ് ടീച്ചർ. കേറ്ററിങ് ഇവരുടെ ഉണ്ണീസ് കേറ്ററിങ് ആട്ടോ. ഞങ്ങളുടെ അരവിന്ദ് സാർ എക്സ് ക്ലാസ് ടീച്ചറാണ്. അതും എക്സ് ക്ലാസ് ടീച്ചറാണ്. ഞങ്ങൾ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഓരോ മത്സരങ്ങളാണ്. പായസം പായസം ഞങ്ങൾ ഒരു പാത്രത്തിൽ ഷെയർ ചെയ്തു. നല്ല ചൂടുണ്ട്. പൈനാപ്പിൾ ഈ പായസം യൂണിയന്റെ വകയാണ്, നമ്മുടെ പാർട്ടി വകയാണ്, എല്ലാവരുടെയും വകയാണ്. അടിപൊളി പായസമാണ് പൈനാപ്പിൾ പായസം. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. സൽമ, പായസം എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും പായസം കുടിക്കാൻ സന്തോഷത്തിലാണ്. പായസം എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഞങ്ങളുടെ സ്വന്തം ആന്റിമാരാണ്. പേര് പറ. സോളമി. ഓക്കെ, അപ്പൊ എല്ലാരും പായസം കുടിക്കുന്നതിന്റെ തിരക്കിലാണ്. ഇത് നമ്മുടെ ഡേ 1 ആട്ടോ. ഇവരും ഉണ്ട്. ഇതെന്റെ ജൂനിയേഴ്സ് ആണ് ഗൈസ്, ജൂനിയേഴ്സ്. നമ്മുടെ ഡേ 1 ആണ് ആഘോഷം. നാളെയാണ് ഇവിടുത്തെ ഓണാഘോഷം. ആക്ച്വലി ദിസ് ഈസ് നമ്മുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി എക്സ് എന്ന് പറയാം, കാരണം നമ്മൾ ഇറങ്ങിയല്ലോ. അപ്പൊ ഗൈസ്, ഡേ 1 ഓഫ് ഓണം സെലിബ്രേഷൻ ആണ്. നമ്മുടെ സ്വന്തം യൂണിയൻകാർ വെച്ച പായസമാണ് ഇത്. പായസം ചെയർമാൻ എല്ലാവരും ഉണ്ട് ഗൈസ്. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലും കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലും പ്രിൻസിപ്പളായി ഇന്ന് ഇവിടെ അല്ലസറിന്റെ മുറ്റത്ത് വരെ എത്തിയിരിക്കുന്ന ലവ്ലി മിസ് ഒരു കൈയടിയുണ്ട്. എത്രയൊക്കെ പിന്നോട്ട് ഓടിയാലും മുന്നോട്ട് നയിക്കാൻ കരുത്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ തന്നെയാണ് ഈ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പവർ. അപ്പൊ നിങ്ങൾക്കൊരു കൈയടി. പരിപാടി സ്റ്റാർട്ട് ചെയ്യാതെ എല്ലാവരും
ഗൈസ് ഇരുട്ടത്തും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ആത്മാർത്ഥത നോക്കൂ. സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്, കണ്ടോ ഇനി ഇതെല്ലാം ചെയ്യാനാണ്. സുബി സുഗതൻ നാളെ രാവിലത്തെ 9:30 പെർഫോമൻസിന് രാത്രി 10 മണിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന അച്ഛനുണ്ട് ഗൈസ്. അച്ഛനാണ് നമ്മുടെ ശിഷ്യൻ, അല്ല ഗുരു. ഡാൻസ് കളിക്കാൻ പോകുന്ന ഡാൻസേഴ്സ് ആണ് ഗൈസ്. എല്ലാം പഠിച്ചും കഴിഞ്ഞിട്ടില്ല, ഫോർമേഷനും ആയിട്ടില്ല. സ്റ്റിൽ പ്രാക്ടീസിങ് 1:30 ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കോളേജിലെത്തി. ഭയങ്കര ലേറ്റ് ആയിപ്പോയി. ഇപ്പം 11:30 ആയിട്ടുണ്ട് സമയം. ഇപ്പോഴാണ് റെഡിയായി എത്തിയത് ഗൈസ്. ഇവരുടെ തിരുവാതിര കണ്ടില്ല ഗൈസ്. വിച്ചുവിൻ്റെ അത് തിരുവാതിര കാണാൻ പറ്റിയില്ല, ഒരുങ്ങാൻ പറ്റിയുള്ളൂ. ഞാൻ കളിച്ചില്ല ഗൈസ്, എനിക്ക് കാലുവേദനയില്ല ഗൈസ്. ഗൈസ് അപ്പം ഞങ്ങൾ ബാക്കി ഷോട്ട്സ് കാണിക്കാം. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നോക്ക അമ്മ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, എക്സ് ക്ലാസ് ടീച്ചർ പ്രസില, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ നമ്മുടെ മെയിൻ ആൾക്കാരാണ് ഇതൊക്കെ. ഈ മിസ് മാല കൊള്ളാം. ഇതിന് നീല എൻ്റെ ഉണ്ടായിരുന്നു. കൊള്ളാം. ഈ മിസ്സും വെറൈറ്റി ഓഫ് മാല ഇറക്കുന്ന ആളാട്ടോ. ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. ഇത് എല്ലാരും വന്നായിരുന്നു, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. കളർ ലേറ്റ് ഗൈസ്, ഞങ്ങളാണ് ലേറ്റ് ആയി പോയത്. ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരെ വന്നു. ഇതാരിത് സാരി ബൈക്ക്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളല്ലേ ഇതൊക്കെ.
വക BA പിള്ളേരുടെ കുറച്ച് പിള്ളേർ വന്നിട്ടുള്ളൂ. പക്ഷേ നല്ല സ്ഥിതിയാണ്. കണ്ണാടി എന്തായാലും വെച്ചേക്ക് അത് കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് അറിയാം. ഗൈസ് നമ്മൾ അങ്ങനെ കഴിക്കാൻ പോകുകയാണ്. അർപ്പിത മിസ്സും അഭിരാമി മിസ്സും ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഞങ്ങൾ സഹിക്കുന്ന മിസ്സാണ്. കണ്ണാടി അച്ഛൻ നിങ്ങൾ കണ്ടിട്ട് കണ്ടോളൂ. അച്ഛൻ അമ്മ ശരിയാക്കട്ടെ. ഷിയാസിന്റെ ഒക്കെ എടുത്തിരുന്നോ? ജിൻഷ, സോന, ഇതിപ്പോ കല്യാണത്തിന് വീട് മിസ് അഭിനയം തുടങ്ങി. കുറച്ചു പിന്നെ കൈട്ട് വരിയതാ കേട്ടോ. അതെ മിസ് വിളിച്ചു. മിസ് അപ്പുറത്തെ ക്ലാസ്സിൽ പോയി തിന്നാൻ പോയി. അഭിനയിക്കണ്ട. അയ്യോ കഴിച്ചില്ലേ? ഇടേ ചോറ് 2 കൊല്ലം കമത്ത്. സുന്ദരിയായിട്ടൊക്കെ വന്ന് തിന്നായിരിക്കുന്നു. ആക്ഷൻ കാണിക്കാതെ കാര്യമായിട്ട് തിന്നെ. നാച്ചുറൽ ആവ്. ഇതൊന്ന് പ്രേതമൊക്കെ ആയിട്ട് ആലോചിക്കാം. സുഖിത കറുത്ത് മോൾ എന്റെ മോളാട്ടോ ഗൈസ്. സൽമാൻ തസ്ലീം. ദിസ് ഈസ് നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിളായ ഒരാളില്ല കേട്ടോ. ഒറ്റ ഒരാളേ ഉള്ളൂ. ഐഷ സല. ദിസ് ഈസ് ഇനി അപ്കമിങ് ബ്രൈഡ്. ദിസ് ഈസ് തമിഴ്നാട്. ഞങ്ങൾ ഇറക്കുമതി ചെയ്ത ഗൈസ് ഇറക്കുമതി. പോലീസ് അപ്പന്റെ മോള്. ഇത് നമ്മുടെ വടതല വാസന്തി. കാണീര് നന്നായിട്ട് വെച്ചു. നെയ്യ് കഴിക്കണേ. ഞങ്ങളുടെ മെയിനാണ് അജു ഷാനു. കഷ്ടപ്പെട്ട് തിന്നുകൊണ്ട് ബ്ലോഗ് എടുക്കുന്ന അച്ഛന് ഖദീജ. ഫ്ലാഷ് ഇട്ടെടുക്കുന്ന കൃഷ്ണ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നമുക്ക് കഴിക്കാം. ഞാൻ എൻ്റെ കൂടെ മിസ് സദ്യ എങ്ങനെയുണ്ട് മിസ്സേ? അർപ്പിത മിസ്സേ സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഒരു വാക്കുകളില്ല പറയാൻ. മിസ്സിന് സാമ്പാർ കിട്ടിയില്ല. മിസ്സിന് സാമ്പാർ കിട്ടിയില്ല. അത് വ്ളോഗിൽ എല്ലാവരും അറിയണം. മിസ്സിന് സാമ്പാർ കിട്ടിയില്ല. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണേ. എല്ലാവരും ഉണ്ട് കേട്ടോ. കേസ് എല്ലാവരും കാണാൻ പറയണേ. അല്ല നമ്മളപ്പോൾ എന്താണ് കഴിക്കാൻ പോണത്? അയ്യോ കഴിക്കുന്ന കാണിച്ചു തരാം കേസ്. വെച്ച് പരിപ്പ്, അച്ചാറ്, തോരൻ. ഞാൻ കഴിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത കറി വരും. പായസം കുടിക്കാം. പായസം എല്ലാം മിച്ചം വെച്ചത് ഭാഗ്യം. ഇതാണ് സദ്യ. സദ്യ എങ്ങനെയുണ്ട്? സദ്യ എങ്ങനെയുണ്ട് മിസ്? ഇത് ഞങ്ങളുടെ അഭിരാമി മിസ്. സദ്യ എങ്ങനെയുണ്ട് മിസ്? ഇതേ മിസ്സും കഴിച്ചു നന്നായിട്ട്. ഇതാണ് വേഷം കിട്ട്. പായസം നമ്പർ 2. സദ്യ എങ്ങനെയുണ്ട് പ്രത്യേകം? സദ്യ എങ്ങനെയുണ്ട്? അടിപൊളി. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട് സദ്യ? പ്രമാദം. ഡേ കഴിച്ചു തീർത്തു. വെരി ഗുഡ്. ഇതുണ്ടോ കഴിച്ചു? സൂപ്പർ. സദ്യ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ ഗൈസ്. പാറുന്റെ അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ ദേ പാറു അച്ഛന്റെ മോളെ ഞാൻ സിനിമയിലെടുത്തു. ഗൈസ് നമ്മള് 2ാമത്തെ ട്രിപ്പാണ്. ജാസുക്കുട്ടനുണ്ട്. നീ എന്ത് കാണിക്കണേ കണ്ട്? 2ാമത്തെ ട്രിപ്പാണ് ഗൈസ്. ദേ ശ്രുതിമോൾ. ദേ സന്ദീപ്. കല്യാണത്തിന് വിളിക്കാത്തവൻ.
Guys, 3 years versus 5 years. വർഷങ്ങളായി ജയിച്ചോണ്ടിരുന്ന ടീമായിരുന്നു അത്. ഇവര് വേറെ ടീം. പക്ഷെ അവര് അടി 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 അടിയായി. അത് റീനടത്തുവാണ് ഗൈസ്. ഇവരാണ് വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരുന്ന ടീം. അവര് നേരത്തെ ഫസ്റ്റ് സമയത്തെ പൊട്ടിപ്പോയി. എന്താന്ന് അറിഞ്ഞൂടാ. നീ ആര് ജയിക്കും എന്നറിയാം. വടംവലി ടീം വേഴ്സസ് ഫുട്ബോൾ ടീമാണ് കറന്റ്ലി നടക്കുന്നത്. ഗൈസ്, കാലങ്ങളായി ജയിച്ചു വന്നുകൊണ്ടിരുന്ന ടീമായിരുന്നു ഇത്. ഇവരാണ് ഇപ്പൊ അവരെ പൊട്ടിച്ചത് ഫസ്റ്റ് ടൈമില്. ഇനിയിപ്പോ ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. ഇത് സെക്കൻഡ് റൗണ്ട് ആണ് ഗൈസ്. സെക്കൻഡ് റൗണ്ട്. വടംവലിയുടെ ടീമിന് വേണ്ടി സവാദിക്ക അടി കഴിഞ്ഞിട്ടിരിക്കണം. ആദ്യം പൊങ്ങി വന്നപ്പോ സുന്ദരിയായി. ഗൈസ്, ആദ്യം ഭയങ്കര സുന്ദരിയാന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അമ്മയോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അതെ ഗൈസ്, നല്ല രസമില്ല. ആദ്യം ഫുൾ ഔട്ട്ഫിറ്റിൽ അടിക്കും. പർപ്പിൾ ആണല്ലേ? അതായത് പർപ്പിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്ലൗസ്. അയ്യോ, എല്ലാവരും പർപ്പിൾ ഡ്രസ് മേടിക്കണം. അവസാനം 2 ടീമും ഒന്നായി. പ്രിൻസിപ്പൽ മാത്രം നിർത്തിവെച്ച വടംവലി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. കുത്തിയിരുന്ന സമരം ഞങ്ങൾ തുടരുന്നു. കാവ്യ, അശ്വതി, സമ്മേറുണ്ട് കേട്ടോ. ഏത് അമ്മച്ചി ലുക്കിലുണ്ട്. കാണാവോ എന്തോ അതിന്. ഇവിടുത്തെ ജൂനിയർ ഒന്നുകൂടെ അല്ല, വേറെ വടംവലി നിർത്തിവെച്ചു ആക്ച്വലി. 2 ടീമുകാരെ അടിയുണ്ടാക്കിയപ്പം. ഇപ്പം വേറെ 2-3 ടീംസ് ഉണ്ടായിരുന്നു ആക്ച്വലി വേറെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ കളിക്കാൻ സമ്മതിച്ചില്ല ഇവർ അടിയായതുകൊണ്ട്. ഇനിയിപ്പോ വേണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എല്ലാം എഗ്രിഡായി. ബാക്കിയുള്ള പിള്ളേർക്ക് ഇവര് കാരണം നിർത്താൻ പാടില്ല. റഫറി വീട്ടിൽ പോയി റഫറിക്ക് ഇതൊന്നും വയ്യാന്ന് പറഞ്ഞു. അത് ശരിയാണ്. അച്ഛൻ്റെ കൂട്ടിപ്പോയി. 3 years ആണ്. എല്ലാവരും
5 years. ഞങ്ങളുടെ 5 years ആണ്. അജുണ്ട് ഗായ്സ്, അജുണ്ട്, സുബി, അജു ഇതെല്ലാം നമ്മുടെ പിള്ളേരാണ്. നമ്മൾ ജയിക്കണം, നമ്മൾ ഈ ടീമാണ് കേട്ടോ. ഇത് ഗേൾസിന്റെ ഇവിടെ വലിയാണ്, ഗേൾസിന്റെ ഇവിടെ. ഇത് 3 years. നമുക്ക് അവരെ പിള്ളേരെ അറിയാം, ബട്ട് സ്റ്റിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഒപ്പമാണ്. നമ്മൾ ഫെയർ ആയിട്ട് ഫെയറിന്റെ എവിടെയാണ് ഗായ്സ്. ഗായ്സ് ജയിക്കും. സുബിനെ ഇപ്പൊ കണ്ടോ എല്ലാരും? നാലാമത്തെ വർഷവും തോറ്റു. അതാണ് നടുവിലോക്കി ഒച്ചെടുക്കുക. അങ്ങനെ ഓണം വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഫോണിൽ 1% ഉള്ളൂ. അപ്പം എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആരുമില്ല. അവൻ്റെ മുണ്ടെടുക്കല് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഗൈസ്. പാവം ഞങ്ങൾ മാത്രം. ചെയർമാൻ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഊഞ്ഞാലൊക്കെ അയച്ചു. ഇതൊക്കെ തട്ടിക്കൂട്ടി വൃത്തിയാക്കണം ഗൈസ്. എല്ലാവരും പോയി പൊടിയും തട്ടി. നിങ്ങൾ കുറച്ച് പേര് മാത്രം. ഇതേ പോന്നു ചുമട്ടുതൊഴിലാളി. അത്തപ്പൂക്കളൊക്കെ ഈ ഗതിയായി. ആഫ്റ്റർ ഇതായിരുന്നു. ബിഫോർ ഞങ്ങൾ രാവിലെ കണ്ടു കാണുമല്ലോ. ഇരിക്കുന്നു. ഇത് വൃത്തിയാക്കാൻ ആകെ ഞങ്ങൾ 3 പേരും മാത്രമല്ല, ആബിദുണ്ടായിരുന്നു, അവൻ പോയി. അപ്പോൾ ഇതാണ് അവസ്ഥ ആഫ്റ്റർ. ഇതാരും കണ്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടെ കണ്ട് ആസ്വദിക്കൂ ഗൈസ്. ലെറ്റ്സ് ഹാവ് സം ഫൺ. കൊള്ളാല്ലേ ഇത്? ഹായ് ഗൈസ്, എൻ്റെ ഫോൺ ചത്തു. ഇപ്പം ഞാൻ ജാസുവിൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞാനും ജാസുവും മാത്രമേ കോളേജിലുള്ളൂ. അല്ലേ, നമുക്ക് വണ്ടിയുണ്ട്, പക്ഷെ വണ്ടിയുടെ ചാവിയില്ല. ചിത്തുവിൻ്റെ ബാഗിലായിപ്പോയി. ഞങ്ങൾ വണ്ടി ലിപ്സ്റ്റിക്കും ചാവിയെല്ലാം അതിനകത്ത് ഇട്ട് വെച്ചു, കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുകയാണ്. ഹോം എലോണിൻ, കോളേജ് എലോണിൻ തൊടുപുഴ. പേടിപ്പിക്കല്ലേ, ചുമ്മാ. വിശന്നിട്ട് വയ്യ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ BTS. ബൈ.